ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലവ് കട്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ ഒരു പഫ് സ്ലീവ് തയ്ക്കുക എന്നതിനെ പറ്റിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് തുണിയെ രണ്ട് കൈയാണല്ലോ വെട്ടേണ്ടത്. അപ്പം നമുക്ക് തുണിയെ നാലായിട്ട് മടക്കാം. നാലായിട്ട് മടക്കുമ്പം നമുക്ക് രണ്ട് കൈ കിട്ടും. നമുക്ക് തുണിയെ നാലായിട്ട് മടക്കാം. എന്നിട്ട് അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ നീളമാണ്, നമ്മൾ ഹാഫ് സ്ലീവാണ് ഉദ്ദേശിക്കുന്നത്. ഹാഫ് പഫ് സ്ലീവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നീളം 10 ഇഞ്ചാണ്. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ പഫ് കൂടെ എടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് നീളം പഫ് വെക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ 13 എടുത്തു. കൈ നീളം തന്നെ നമ്മൾ 13 എടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ കൈക്കുഴി വണ്ണം നമ്മൾ 8.25 എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ 8.25 മാർക്ക് ചെയ്യുകയാണ്. അപ്പം എടുത്ത കൈക്കുഴി വണ്ണത്തിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. നമ്മൾ പഫ് വെക്കുന്നതുകൊണ്ട് നമ്മൾ പഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആ സൈഡിൽ നിന്ന് 3 ഇഞ്ച് താഴോട്ട് ഇറക്കി മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് പഫിൻ്റെ ഒരു രൂപത്തിൽ നമ്മൾ ആ 4 ഇഞ്ച് ഇറക്കത്തിലോട്ട് നിന്ന് ലൈൻ യോജിപ്പിച്ചു. അതിനുശേഷം നമ്മളൊരു നടുക്ക് ഭാഗമായിട്ട് നമ്മുടെ കൈവണ്ണം 6.5 എടുത്തേക്കുന്നത്. നമ്മൾ ആ 6.5 മാർക്ക് ചെയ്തു. പിന്നെ കൈപ്പടി വണ്ണവും 6.5ആണ്. ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ കൈപ്പടി വണ്ണവും കൈവണ്ണവും സെയിം ആയിരിക്കും. അപ്പം കൈപ്പടി വണ്ണവും 6.5 തന്നെ. അപ്പോൾ നമ്മളതും ഏറ്റവും താഴേക്ക് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആ വരച്ച വണ്ണങ്ങളുടെ ഷേപ്പെല്ലാം നമ്മൾ ജോയിൻ ചെയ്യണം. അതിനായി നമ്മൾ ആ 4 ഇഞ്ച് വണ്ണത്തിൽ നിന്ന് നമ്മൾ ബാക്കി കൈയുടെ മിഡിൽ ഭാഗത്തിലെ വണ്ണവും അത് കഴിഞ്ഞിട്ടുള്ള കൈപ്പടി വണ്ണവും നമ്മൾ മാർക്ക് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ആ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തൂടെ ഒരു ലൈൻ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കത് വെട്ടാനും വേണ്ടിയിട്ടും അതിൻ്റെ ഇപ്പുറത്തൂടെ നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടി നമ്മൾ അങ്ങനെ 2 ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ വെട്ടിയെടുക്കാം. ഇപ്പം നമുക്ക് 2 കൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് നമ്മൾ ഇതുപോലെയാണ് പഫ് ഞുറിയുന്നത്. ഇതുപോലെ ഞുറിഞ്ഞിട്ട് നമുക്ക് ആ കയ്യിലെ പഫ് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ച പഫ് കൈ. ഇതുപോലെയാണ് നമ്മൾ പഫ് കൈ തയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് തയ്ച്ചു വെച്ച ലൈൻ ഫ്രോക്കിലേക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ like, share and subscribe.